ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ പെർഫ്യൂംസിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരൊന്ന് പ്രൊഫൈലിൽ കയറി കണ്ടു നോക്കണേ. വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ബെല്ല വിറ്റയുടെ 3 പെർഫ്യൂംസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേത് സിഒ മാൻ ആണ്. ഇത് കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം. മണം നിൽക്കുമെന്ന് ചോദിച്ചാൽ കുറച്ച് നേരം നിൽക്കുള്ളൂ, അത്രയ്ക്കുള്ളൊരു ഇതേ ഉള്ളൂ കേട്ടോ ഈ സിഒ മാൻ എന്നുള്ളത്. നല്ല മണമാണ്, കുഴപ്പമില്ല. ഇത് മൈഗ്രെയിൻ ഉള്ളവർ ഒരിക്കലും ഉപയോഗിക്കരുത്. എനിക്കിത് ഉപയോഗിച്ച തലവേദന ഉണ്ടാവാറുണ്ട്. ഇതാണ് ഏറ്റവും നല്ലത്. നല്ലൊരു ഫ്രൂട്ടി സ്മെല്ലാണ്, അടിപൊളിയാണ്. ഇനി അടുത്ത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സ്പ്രേ ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതും അതുപോലെ തന്നെ മൈഗ്രെയിൻ ഉള്ളവർ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് സ്ട്രോങ് ആണ്, പക്ഷേ ഇത് അടിപൊളിയാണ്. ഒരു പഴത്തിൻ്റെയൊക്കെ സ്മെല്ലാണ്, ചക്കപ്പഴം അതുപോലത്തെ ഒരു ഫ്രൂട്ടി സ്മെല്ലാണ്. നമ്മളെ റെക്കഗ്നൈസ് ചെയ്യും ആൾക്കാർ. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത് ഇതിൻ്റെ ചേട്ടൻ എനിക്ക് കൊണ്ടുവന്നതാണ്. അടുത്ത ആ പിങ്ക് കളറ് അടിപൊളിയാണ്. അതെനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. ആ ഒരു സ്പ്രേ അടിപൊളിയാണ്, നല്ലൊരു മണമാണത്. ഇപ്പം മിസ് ചെയ്യുന്നു. അത് നല്ല വിലയുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അടുത്തതാണ് എൻ്റെ ഇരിക്കുന്നതിൽ ഏറ്റവും എക്സ്പെൻസീവ്. ഞാൻ എം കഫേൻ്റെ ഇതിൽ നിന്ന് വാങ്ങിയതാണ്. 900 രൂപയാണ് കേട്ടോ. അതിനുള്ള വർത്തുണ്ട്. രാവിലെ അടിച്ചുകൊണ്ട് പോയി, അതായത് നമ്മുടെ പൾസിൽ അടിക്കണം, കൈയിൻ്റെ ആ കൈത്തണ്ടയിൽ, പിന്നെ കഴുത്തിൽ, പിന്നെ ചെവിയുടെ പിറകിൽ. അടിപൊളി എന്ന് പറഞ്ഞാൽ വാനിലയാവും നമ്മൾ. ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. 900 രൂപയ്ക്ക് ഇത് ഞാൻ രാവിലെ അടിച്ചുകൊണ്ട് പോയാൽ വൈകുന്നേരം വരെ നിൽക്കുക. ആൾക്കാർ എൻ്റെ അടുത്ത് റെക്കഗ്നൈസ് ചെയ്ത് ചോദിച്ചു നീ ഏത് സ്പ്രേ അടിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.